സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതി എന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതി എന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. ദുഃഖത്തിലാഴ്ന്നവർക്കെന്നും നല്ലൊരു മധ്യസ്ഥ നീ എന്ന് ഘോഷിക്കും. ദുഃഖത്തിലാഴ്ന്നവർക്കെന്നും നല്ലൊരു മധ്യസ്ഥ നീ എന്ന് ഘോഷിക്കും. നിത്യസഹായമേ, നിന്തിരു മുൻപിൽ നിത്യവും ഈ മക്കൾ പ്രാർത്ഥിക്കും. നിത്യസഹായമേ, നിൻ തിരു മുൻപിലായി നിത്യവും ഈ മക്കൾ പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 33-ാമത്തെ ദിവസം. വിമല ഹൃദയ പ്രതിഷ്ഠ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. നാളെ നമ്മൾ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. നാളത്തെ ദിവസം നമ്മൾ ഇതുവരെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യത്തിൻ്റെ കുടക്കീഴിൽ നിന്ന് ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മളെ തന്നെ ഈശോയുടെ പക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് നമ്മൾ ഈ വന്ന ആ ഒരു ക്രമം തുടരുകയാണ്. പ്രാക്ടിക്കലായിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത് കുടുംബ പ്രാർത്ഥന. ഞാനിത് ഓരോ ദിവസവും എന്താ വെച്ചാൽ ഓരോ എപ്പിസോഡിൽ ഇത് തന്നെ പിന്നെയും പറയുന്നത് അതവിടെ പതിയാൻ വേണ്ടിയിട്ടാണ്. അത് മാറിപ്പോകരുത്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഈ ക്രിസ്തീയ ജീവിത ശൈലി മുന്നോട്ട് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ലളിതമായിട്ട് നിത്യജീവൻ ആവശ്യമുള്ളതൊക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്.
പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സ്വർഗം കിട്ടും കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് നമുക്കിനി അധികം ഇതെല്ലാം ചെയ്തു, അതായത് ഇതെല്ലാം ചെയ്യുന്നു, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിനിയും ആഗ്രഹമുണ്ട്, ഇനിയും ചെയ്യാൻ സമയമുണ്ട്, ബാക്കി കാര്യങ്ങളിലേക്ക് പൊക്കോ. ഇതൊന്നും ചെയ്യാതെ, ഏത് കുടുംബ പ്രാർത്ഥന ഇല്ലാതെ, വചനവായന ഇല്ലാതെ, സന്ധ്യ അല്ലെങ്കിൽ നമ്മുടെ ഉപവാസവും നോമ്പും ഇല്ലാതെ, കുമ്പസാരം ഇല്ലാതെ, വിശുദ്ധ കുർബാന ഇല്ലാതെ ഇതിന് പുറത്തുള്ള കാര്യങ്ങളുടെ പുറകെ പോകരുത്. അതാണ് ഞാൻ ഈ പറയുന്ന ആർഗ്യുമെൻറ്റ്. നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട് എൻ്റെ വിചാരം. ഇതൊക്കെ ഇത്രയൊക്കെ ഒന്ന് ആകുക, എന്നിട്ട് സമയമുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തു. ഇതിപ്പോൾ പറ്റുന്ന ഇതൊന്നും ഇല്ലാതെ ഇതിനെയൊക്കെ ഇങ്ങനെ കാലിയാക്കിയിട്ടിട്ട് ബാക്കിയുള്ളവയുടെ പുറകെ പോകരുതെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ വന്നതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. കാരണം അവസാനം നിങ്ങളെ അങ്ങോട്ട് ചേർത്ത് കെട്ടിയിട്ട് വേണം എനിക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ. നമ്മൾ പടി ഇറങ്ങുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ സ്കൂളിലൊക്കെ പിള്ളേരെ കൊണ്ടാക്കിയാൽ ടീച്ചറിൻ്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് പേരൻസ് മാറത്തില്ലേ? അതുപോലെ അനാഥരാക്കി ഈശോ പറയുന്നില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, പാറക്കലേത്തായ സഹായകനെ നൽകും എന്ന്. അത് കർത്താവിൻ്റെ ശൈലിയാണത്. അടുത്ത ഏൽപ്പിക്കുകയാണ്. ഇപ്പം ഇന്ന് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങളെ ഒരു അടുത്ത കാര്യത്തിലേക്ക് ഏൽപ്പിച്ച് അവിടെ കുറ്റികെട്ടി അതിനോട് ചേർത്ത് നിങ്ങളെ നിർത്തിയിട്ട് പുറകോട്ട് മാറാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഏതായിരിക്കും? ഒരു കൗതുകമൊക്കെ ഉണ്ടല്ലേ, ഒരു സസ്പെൻസൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇടവക ദേവാലയം. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുത്ത, ഈ വിമല നക്ഷത്രത്തിൽ പങ്കെടുത്ത ദൈവജനം മുഴുവൻ നിങ്ങളുടെ ഇടവക ദേവാലയത്തോട് ബന്ധമുള്ളവരായി ഇനിയുള്ള കാലം ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്താണെന്നറിയാം അങ്ങനൊരു വിഷയത്തിൻ്റെ റെലവൻസ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ പ്രാർത്ഥനക്കാരെന്ന് വിളിക്കുന്ന പലരും ഭക്തരാണ്, പ്രാർത്ഥനക്കാരാണ്. ചിലവ് വചനം പ്രഘോഷിക്കാൻ പോവുകയും ചെയ്യും, വചന പ്രഘോഷണങ്ങൾ ഒരുപാട് പങ്കെടുക്കും, ശുശ്രൂഷകളിലൊക്കെ ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ടൊരു ചോദ്യമുണ്ട്, നിൻ്റെ ഇടവക ദേവാലയത്തോട് നിനക്ക് ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ? അപ്പോഴാണ് നമ്മൾ ആ ഗൗരവമുള്ള അപകടം തിരിച്ചറിയുന്നത്. പലർക്കും ഇല്ല. നമ്മുടെ ആത്മീയത, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കുടുംബ കേന്ദ്രീകൃതമായിട്ട് ആരംഭിക്കണം. എന്നിട്ട് അത് എത്തി നിൽക്കേണ്ടത് ഇടവക ദേവാലയത്തോട് കണക്റ്റഡ് ആയിട്ടാണ്. ഇടവക ദേവാലയത്തോട് ബന്ധമുള്ള ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറണം. ഇത് ഞാൻ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും വെച്ച് പറയേണ്ട വിഷയമല്ല. നിങ്ങൾക്കിതൊന്നും മനസ്സിലാവുകയാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്നേഹത്തോടെ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇടവക ദേവാലയം, നമ്മൾ ഇടവകയിലെ വികാരിച്ചിനെ വിളിക്കുന്ന പേര് അച്ചാന്നല്ലേ? അല്ലേ? നിങ്ങളെല്ലാവരും വിളിക്കുന്ന അച്ചാന്നല്ലേ? അത് നിങ്ങൾക്ക് 60 വയസ്സ് പ്രായമുണ്ടെങ്കിലും 35 വയസ്സുകാരനായ വികാരിച്ചിനെ കയറി വിളിക്കുന്ന പേര് അച്ചാന്നല്ലേ? അല്ലാതെ കൊച്ചനെന്നല്ലല്ലോ, അച്ചാൻ തന്നെയല്ലേ വിളിക്കുന്നത്? അച്ഛാ, ഫാദർഷിപ്പ്, പിതൃത്വം, ആത്മീയ പിതൃത്വം ഏൽപ്പിക്കുകയാണ് ആ വൈദികനെ. എൻ്റെ ആത്മീയ പിതൃത്വം ഏൽപ്പിക്കുകയാണ്. അച്ഛനാണ്. അപ്പോൾ ഇടവക വികാരി അച്ഛനാണെങ്കിൽ ഇടവക ദേവാലയം, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ രൂപതയിൽ ഒരു അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു തന്നതാണ് ഇങ്ങനൊരു ചിന്ത. അച്ഛൻ പറയുകയാണ്, ഇടവക വികാരി അച്ഛനാണെങ്കിൽ അമ്മ ആരാണ്? സംശയമൊന്നും വേണ്ട, അമ്മ ഇടവക ദേവാലയമാണ്. ഇടവക ദേവാലയമാണ് നമ്മുടെ അമ്മ. നമ്മുടെ ആത്മീയ വളർച്ചയിൽ നമ്മളെ സഹായിക്കുന്ന 2 പേരാണ് ഈ ഇടവക വികാരിയായ അച്ഛനും ഇടവക ദേവാലയമായ അമ്മയും. അതല്ലേ മാമോദിസ വേളയിൽ ഈ ഇടവക ദേവാലയം എന്ന എൻ്റെ അമ്മയുടെ സഭയുടെ ഗർഭപാത്രമാണ് ഈ മാമോദിസ തൊട്ടി. അവിടുന്ന് ഞാൻ ആത്മീയമായി ജന്മം എടുക്കുകയാണ്, എൻ്റെ ആത്മീയ യാത്ര ആരംഭിക്കുകയാണ്. അതിനുശേഷം മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ അന്നമൂട്ടുകയാണ് ഈ അപ്പനും അമ്മയും കൂടെ വിശുദ്ധ കുർബാന സ്വീകരണം. ഇടറിപ്പോയ കുഞ്ഞിനെ അമ്മ ചേർത്ത് വിളിച്ചിരുത്തി ശാസിച്ച് തിരുത്തൽ കൊടുത്ത് ഉപദേശിച്ച് സ്നേഹപൂർവം അവനെ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഓടിക്കളിക്കുമ്പോൾ മുറിവേറ്റ് ചോര വാർന്നു വരുന്ന മകന് അവൻ്റെ മുറിവ് വെച്ച് കെട്ടി കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നത് പോലെയുള്ള അനുഭവമല്ലേ കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നത്? എന്നിട്ട് ഈ അച്ഛൻ പറയുമായിരുന്നു, സിറിയക്കോട്ടയിലച്ഛൻ, ഞങ്ങളുടെ രൂപതയിലെ ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനാണ്. അപ്പം അച്ഛൻ പറയുമായിരുന്നു, അവസാനം നീ കണ്ടിട്ടില്ലേ, എന്നോട് പറഞ്ഞ അച്ഛൻ, നീ കണ്ടിട്ടില്ലേ ഈ മരിച്ചടക്കിൻ്റെ വേളയിൽ എന്താ നടക്കുന്നത്? മരിച്ചടക്കിൻ്റെ വേളയിൽ നടക്കുന്നത്, ഉറങ്ങിപ്പോയ കുഞ്ഞിനെ
അപ്പൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയ കുഞ്ഞിനെ ചില അപ്പന്മാരുടെ തോളത്തിരുന്ന് കൊച്ചുറങ്ങിപ്പോത്തില്ലേ? അപ്പം എന്ത് ചെയ്യുന്ന ഈ അപ്പൻ വളരെ ശ്രദ്ധയോടെ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കത്തില്ലേ? ആ ഉറക്കം മുറിഞ്ഞു പോകാതെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കില്ലേ? ഇതല്ലേ സെമിത്തേരിയിൽ നടക്കുന്നത്? അപ്പൻ്റെ കൈകളിൽ നിന്നുറങ്ങിപ്പോയ കുഞ്ഞിനെ അമ്മയുടെ മടിയിലേക്ക് കിടത്തുകയാണ് ഈ അന്ത്യകർമ്മത്തിൻ്റെ ഒടുവിൽ സെമിത്തേരിയിൽ. പതുക്കെ മെല്ലെ സൂക്ഷിച്ചു വെക്ക് എന്നൊക്കെ പറഞ്ഞ് അപ്പൻ നിർദ്ദേശം കൊടുത്ത് മെല്ലെ ആ ഉറക്കത്തിലേക്ക് അങ്ങ് വിടുകയാണ്. അമ്മയുടെ മടിയിൽ കിടന്നുള്ള അന്ത്യ ഉറക്കമാണ് സെമിത്തേരിയിലെ വിശ്രമമെന്ന് ഓർക്കണം. ഇടവക ദേവാലയത്തോട് ബന്ധമുള്ള സമൂഹമാകണം. നിങ്ങൾ ആരും മാമോദിസ സ്വീകരിച്ചത് വേറെ എവിടെങ്കിലും പോയിട്ടാണോ? ഏതെങ്കിലും പ്രാർത്ഥനാ കൂടാരത്തിൽ പോയിട്ടാണോ? സൂമിലൂടെയാണോ നിങ്ങൾ മാമോദിസ സ്വീകരിച്ചത്? നിങ്ങൾ മാമോദിസ സ്വീകരിച്ചത് ആ ഇടവക ദേവാലയത്തിലെ മാമോദിസ തൊട്ടിയിലല്ലേ? അവസാനം മിഴി പൂട്ടുന്ന കാലത്ത്, ഉടലിന് ചേതനയറ്റു പോകുന്ന കാലത്ത് നിങ്ങളെ അവസാനം കൊണ്ട് കിടത്താൻ പോകുന്നത് ഏതെങ്കിലും പ്രാർത്ഥനാ കൂടാരങ്ങളിലാണോ? ഏതെങ്കിലും നൊവേന കേന്ദ്രങ്ങളിലാണോ? അല്ലല്ലോ. അവസാനം എവിടെ കിടത്താൻ പോകുന്നത്? ആ ഇടവക ദേവാലയത്തിലല്ലേ? അവിടെ കൊണ്ട് കിടത്തിയിട്ടല്ലേ അവസാനത്തെ യാത്ര പറയാൻ പോകുന്നു. നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ദേവാലയമേ, നിന്നോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് മാമോദിസ നൽകിയ, വിശുദ്ധ കുർബാന നൽകിയ ദേവാലയമേ, നിന്നോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് ആത്മീയ പോഷണം നൽകിയ പുരോഹിതരെ നിങ്ങളോട് യാത്ര പറയുന്നു. ഇത് വീടിനോട് യാത്ര പറഞ്ഞിറങ്ങിയിട്ട്, വീടിനോട് ശരിക്കും പറഞ്ഞ് യാത്ര പറച്ചിൽ പോയില്ലെന്ന് ഓർക്കണം. വീട്ടിൽ നിന്ന് വിടവാങ്ങുന്നതെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ വന്ന് ദേവാലയം കണ്ടിട്ടാണ് യാത്ര പറഞ്ഞ് അമ്മയുടെ മടിയിലേക്ക്, ആ ദേവാലയത്തിൻ്റെ മടിയിലേക്ക് നമ്മൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നത്. അന്ത്യകാലത്ത് വാനമേഘങ്ങളിൽ കർത്താവ് തമ്പുരാൻ വിളിക്കുമ്പോൾ ഉണരാനുള്ള ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇടവക ദേവാലയത്തോട് ബന്ധമില്ലാത്ത ആത്മീയത കപടതയാണ്. ഇടവക ദേവാലയത്തോട് ബന്ധമില്ലാത്ത ആത്മീയത കപടതയാണ്. അത് കൗതാശികമായ ആത്മീയതയല്ല. കൂതാശകൾ ലഭിക്കുന്ന ഇടവക ദേവാലയത്തിലാണ്. അപ്പം ഇടവക ദേവാലയത്തോട് ബന്ധമുണ്ടാകണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ ചെയ്യരുത്. അല്ലാതെ ഒരു എന്നാ പറയേണ്ടത്, ഒരു ഫ്രീലാൻസ് സ്പിരിച്വാലിറ്റി വർക്കൗട്ട് ചെയ്യരുത്. ഇന്ന് ആ ട്രെൻഡുണ്ട്, ഭയങ്കരമായിട്ട് ആ ട്രെൻഡുണ്ട്. അതുകൊണ്ട് ഞാൻ ജാഗ്രത പാലിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഇടവക ദേവാലയത്തിൽ നിങ്ങളെ പറിച്ചു മാറ്റുന്ന ഒരു ആത്മീയ ശുശ്രൂഷയുടെയും ശുശ്രൂഷകരുടെയും പുറകെ പോകരുത്. പ്രത്യേകം ഓർത്തേക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനൊരു യാത്ര ചെയ്യായിരുന്നു. ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ യാത്ര ചെയ്തപ്പം എൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾ ഒരാളുടെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട്, അച്ചോ ഇന്ന സ്ഥലത്ത് ചേട്ടായി കസിൻ കൊച്ചാ വിളിച്ചത്, ചേട്ടായി ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ധ്യാനത്തിന് പൊക്കോട്ടെ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ ചോദിച്ചു, ആര് പറഞ്ഞു ഇത്? അപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ അവരുടെ വീട്ടിൽ ഒരാഴ്ചയായിട്ട് ആരൊക്കെയോ വരുന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങളപ്പോൾ ധ്യാനത്തിന് പോകാനിരിക്കുകയായിരുന്നോ? അല്ല, ഞങ്ങൾ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാച്ചോ ചേട്ടായി, അതുകൊണ്ട് പോകാമല്ലോ. അപ്പം ഞാൻ എന്നിട്ട് ഇത് അവരോട് പറഞ്ഞു, പോയേക്കരുത്. പേരൻസിനോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കരുത് എന്ന് പറഞ്ഞിട്ട്, ഇനി ആരെങ്കിലും വന്നാൽ എൻ്റെ നമ്പർ കൊടുത്തേക്കണം, എന്നെ വിളിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറയും എൻ്റെ മൈക്കും ട്രൈപോഡും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് അപ്പം തന്നെ എൻ്റെ കൂടെയുള്ള പയ്യനോട് പറഞ്ഞു, വേഗം ക്യാമറ സെറ്റ് ചെയ്യുക, നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ആ റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഈ ക്യാമറയെ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. അത് ഞാൻ എല്ലായിടത്തേക്കും അയച്ചു കൊടുത്തു. ഒരുപാട് അച്ഛന്മാരത് എടുത്തു, ടേക്കപ്പ് ചെയ്തു, ഇടവകളിലേക്ക് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. നിങ്ങളൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോകുന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വികാരിയച്ഛൻ അത് അറിഞ്ഞിരിക്കണം. ഇത് റൂളായിട്ട് നമ്മുടെ സഭയിൽ എടുത്താലുണ്ടല്ലോ കുറേ അപജയങ്ങൾ മാറിക്കിട്ടും. ഇടവക ദേവാലയത്തിലെ കുർബാന അർപ്പണവും പ്രാർത്ഥനയും സംഘടനാ പ്രവർത്തനങ്ങളും അല്ലാതെ അതിന് പുറത്തൊരു സ്ഥലത്ത് നിങ്ങൾ ആത്മീയ അഭിവൃദ്ധി തേടി പോകുന്നുണ്ടെങ്കിൽ, അത് പ്രാർത്ഥനയാണെങ്കിലും പഠനമാണെങ്കിലും, അത് ഇടവക വികാരിയച്ഛൻ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ ആത്മീയ പിതാവാണ്. അപ്പനോട് പറയാതെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന മക്കളെക്കുറിച്ച് എന്താ പറയേണ്ടത്? അപ്പൻ അറിയണം, ഇവിടെ പോകുന്നു ഞങ്ങൾ. അപ്പോൾ അപ്പം പറയാം, പൊക്കോ, പോയിട്ട് ഇന്ന സമയത്ത് തിരിച്ചു വരണം എന്നല്ലേ വീട്ടിൽ അപ്പം പറയുന്നേ? അതുപോലെ അറിയിക്കണം. കാരണം നമുക്കറിയില്ല എവിടെയാണ് കെണികൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്, എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. മുഖം നന്നാക്കി ഒരുപാട് പേരുടെ ഉള്ളിൽ ചെന്നായി ഉണ്ടെന്ന് നമ്മൾ കാലം കഴിയുമ്പോഴേ അറിയൂ എന്നോർക്കണേ. അതുകൊണ്ട് വികാരി അച്ഛന്മാരോട്, ഇടവക ദേവാലയത്തോട് ബന്ധമില്ലാത്തൊരു ആത്മീയത ശീലിക്കരുത്. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ധ്യാനത്തിന് പോകുമ്പോൾ അച്ഛന്മാരുടെ കത്തൊക്കെ വേണമായിരുന്നു ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ. ഞാൻ ഇത് പറയുമ്പോഴേ പ്രത്യേകിച്ച് ധ്യാനകേന്ദ്രം ഉള്ള അച്ഛന്മാരൊന്നും തെറ്റിദ്ധരിക്കരുത്. അച്ഛന്മാരെ, ഞാനിത് ധ്യാനകേന്ദ്രത്തിനെതിരൊന്നുമല്ല പറയുന്നത്, ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാർക്കെതിരെയല്ല. ഞാൻ ഇടവക വികാരിയച്ഛനാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ധ്യാനിപ്പിക്കാറുണ്ട്, ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ
നമ്മൾ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചാണ് ഈ കാലത്ത്. മുമ്പ് ഇത്തരം സംവിധാനങ്ങളില്ലായിരുന്നു, എല്ലാം ഇടവക വഴിയായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത്. അന്ന് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഇന്നിപ്പോൾ പാരലൽ സിസ്റ്റംസ് വരികയാണ്. അത് അപകടമാണ്. ആത്യന്തികമായിട്ട് തിരുസഭയുടെ ഘടനയിൽ നമ്മുടെ ആത്മീയ ശുശ്രൂഷ ഇടവേതാണ് ഇടവക ദേവാലയമാണ്. നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാനയൊന്നും വേറെ എങ്ങും പോയി കൂടരുത്. ഈ സമയത്തിരിക്കുന്ന വികാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും, സ്വാഭാവികം. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും ഒരുപോലെ, ഇഷ്ടമല്ലായിരിക്കും, പോട്ടെ, സാരമില്ല. ആ വികാരിച്ചിൻ്റെ കുർബാന രീതി ഇഷ്ടമല്ലായിരിക്കും, സ്വാഭാവികം, സംഭവിക്കാൻ സാധ്യതയുണ്ട്. അച്ഛൻ്റെ കുർബാനയ്ക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരിക്കും, ആയിക്കോട്ടെ. ഇതൊന്നും ഇടവക ദേവാലയത്തിൻ്റെ പുറത്ത് മറ്റൊരു സ്ഥലത്ത് പോയി ഞായറാഴ്ച കുർബാന അർപ്പിക്കാൻ ലൈസൻസായിട്ട് മാറുന്നില്ല. നീ ഒരു കത്തോലിക്കനാണോ ക്രിസ്ത്യാനിയാണോ, ഇടവക ദേവാലയത്തിൽ വേണം ഞായറാഴ്ച കുർബാന അർപ്പിക്കാൻ. അതിന് തൊഴിവില്ല. അത് ഗൗരവത്തോടെ എടുക്കണം. നീ നാട്ടിലുള്ള ആളാണെങ്കിൽ. വിദേശത്തുള്ള ആളോട് ഞായറാഴ്ച വന്ന് ഇടവപ്പള്ളി കുർബാന അർപ്പിക്കണം എന്ന് പറയുന്നതിനകത്ത് ഡസൻറ്റ് മേക്ക് സെൻസ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇടവക ദേവാലയത്തോട് ബന്ധമുള്ള ആത്മീയത ശീലിക്കണം. ഇതിനോട് ചേർത്തൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിന്റെ ഇടവക ദേവാലയത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിലാണ് നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ അനുഗ്രഹം എടുത്തു വച്ചിരിക്കുന്നത്. ഇത് ഓർത്തേക്കണം. നിന്റെ ഇടവക ദേവാലയത്തിൻ്റെ പരിശുദ്ധ മദ്ബഹായിലാണ് നിനക്ക് വേണ്ടി നിന്റെ ദൈവം അനുഗ്രഹം എടുത്തു വച്ചിരിക്കുന്നത്. അവിടെ കിട്ടാത്തത് മറ്റൊരു സ്ഥലത്ത് കിട്ടുമെന്ന് മിഥ്യാബോധത്തോടെ കിടന്നലയരുത്. ഓട്ടപ്രദക്ഷിണത്തിൻ്റെ സ്പിരിച്വാലിറ്റി ജീവിക്കുകയാണ് നമ്മൾ. ഓട്ടപ്രദക്ഷിണത്തിൻ്റെ സ്പിരിച്വാലിറ്റി. അവിടെ അല്ലെങ്കിൽ ഇവിടെ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. അപ്പം നോക്കേണ്ടത് നമ്മുടെ കാർന്നോമാർ എന്ത് നല്ല മനുഷ്യരായിരുന്നു. അത് എനിക്ക് അവരെ ഓർത്താണ് അഭിമാനവും സന്തോഷവും. ഒരു 3 തലമുറ മുമ്പേ, 2 തലമുറ എന്ത് നല്ല മനുഷ്യരായിരുന്നു. സങ്കടവും സന്തോഷമാണെങ്കിലും ഇടവപ്പള്ളി, ഇവിടുത്തെ കുർബാന, ഈ ബലിപീഠം, ഈ മദ്ബഹ, എന്ത് വിശ്വസ്തതയുള്ള മനുഷ്യരായിരുന്നു. കിട്ടുന്നിടത്ത് പോകുന്ന രീതിയല്ലായിരുന്നല്ലോ ആ തലമുറയ്ക്ക്. തിരുത്തപ്പെടേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്, മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ ഉള്ളത്, അടുത്തൊരു കാര്യം, ഇടവക ദേവാലയത്തോട് അടുത്തു നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇടവക ദേവാലയം എന്തിനുള്ള സ്ഥലമാണ്? ഇടവക ദേവാലയം എന്തിനുള്ള സ്ഥലമാണ്? പ്രാർത്ഥനയ്ക്ക്, പഠനത്തിന്, ആരാധനയ്ക്ക്, കൂട്ടായ്മയ്ക്ക് ഉള്ള സ്ഥലമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. പ്രാർത്ഥനയ്ക്ക്, പഠനത്തിന്, ദൈവാരാധനയ്ക്ക്, കൂട്ടായ്മയ്ക്ക് ഉള്ള സ്ഥലമാണ്. ഇതിനല്ലാതെ വേറെ വല്ല കാര്യങ്ങൾക്കും നീ ദേവാലയം ഉപയോഗിക്കുമ്പോൾ നീ ദേവാലയത്തെ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ കുടുംബ വഴക്ക് ദേവാലയത്തിലേക്ക് വലിച്ചുകൊണ്ട് വരരുത്. നിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുവരരുത്. പാരീഷ് കൗൺസില്, കുടുംബ കൂട്ടായ്മ, പൊതുയോഗം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കുടുംബപ്പോർ തീർക്കാനുള്ള സ്ഥലമല്ല ഇടവക ദേവാലയം. നിങ്ങളുടെ രാഷ്ട്രീയപരമായ ഭിന്നതകൾ കൊണ്ടുവരാനുള്ള സ്ഥലമല്ല ഇടവക ദേവാലയം. അവിടെ സംഘടനാ പ്രവർത്തനം, തൻപോരിമ കാണിക്കാനുള്ള സ്ഥലമല്ല. അവിടെ പഠനം, പ്രാർത്ഥന, ആരാധന, കൂട്ടായ്മ, ഇത് നടക്കണം ഇടവക ദേവാലയങ്ങളിൽ. ഇതിനല്ലാതെ മറ്റേതെങ്കിലും കാര്യത്തിന് നീ ദേവാലയം ഉപയോഗിക്കുമ്പോൾ നീ ദേവാലയത്തെ മലിനമാക്കുകയാണ്. ദേവാലയത്തെ, അവൻ്റെ ആ ആലയത്തെ മലിനമാക്കുന്നവരുടെ നേരെ കർത്താവ് ചാട്ടവാറെടുക്കാതിരിക്കുവോ? നമ്മൾ കണ്ട കാഴ്ചയല്ലേ. ദേവാലയത്തെ മലിനമാക്കരുത്. ഇന്ന് ഒരുപാട് കേമന്മാരുണ്ട്. ദേവാലയത്തിലാണ് കിടപ്പും ഇരിപ്പും എല്ലാം. പക്ഷേ ഇവർ ദേവാലയത്തെ ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നവരാണോ, അതോ തൻപോരിമ കാണിക്കാൻ, പ്രതാപം കാണിക്കാൻ, സാധുക്കളെ ചവിട്ടിത്താഴ്ത്താൻ, മേലാളന്മാർ ചമയാൻ ഇടവക ദേവാലയത്തെ ഉപയോഗിച്ചാൽ ദൈവം നിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും കേട്ടോ. സൂക്ഷിക്കണം. ഇടവക ദേവാലയം ആരാധനയുടെ സ്ഥലമാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് ഇടവക ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ഇടവക വികാരിമാരോട് ചേർന്ന് കർത്താവിന് പരിശുദ്ധ ബലി അർപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് നിങ്ങൾ മാറണമെന്നാണ് എൻ്റെ ആഹ്വാനം. അതുകൊണ്ട് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഹോംവർക്ക്, ഇടവക ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത വിധം ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ പങ്കെടുക്കും. ഇടവക ദേവാലയത്തിലെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത വിധം ഞാൻ ഇനിയുള്ള കാലത്ത് പങ്കെടുക്കും. അതായത് അതെങ്ങനെ മനസ്സിലാക്കണ്ടേ? ഞായറാഴ്ച രാവിലെ കുർബാന കഴിയുമ്പോൾ വികാരിച്ച് അനൗൺസ് ചെയ്യാണ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഇടവകയിലെ അമ്മമാരൊക്കെ പള്ളിയിൽ വരണം. ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ മുഖം കോടും. നമ്മൾ പറയും, ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്കൊക്കെ വന്നല്ലോ, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, പിന്നെ എന്തിനാ വൈകിട്ട് ഒന്നുകൂടെ ഒരു 3 മണിക്കൊരു? ഇത് ഇടവക ജനത്തിന് വേണ്ടി വികാരിച്ചിന് ഒരുക്കുന്നതാണ്. അതിന് പോണം. ഞായറാഴ്ച ദിവസമല്ലേ, കർത്താവിൻ്റെ ദിവസമല്ലേ, ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ട ദിവസമല്ലേ. ഒഴികഴിവുകൾ എടുക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ, ഇന്ന് ഈ മാതാപിതാക്കളൊക്കെ കാണിക്കുന്ന മണ്ടത്തരമുണ്ട്. കുഞ്ഞുങ്ങളെ 9ാം ക്ലാസ്സിൽ നിർത്താൻ പറ്റുമെങ്കിൽ 9ാം ക്ലാസ്സിൽ നിർത്തും സൺഡേ സ്കൂള്.
10 വരെ കഷ്ടിച്ച്, +1 +2 അയ്യോ അയിത്തമാണ്, +1 +2 ഒന്നും സൺഡേ സ്കൂളിൽ വിടാൻ പാടില്ല. നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരമാണ് കേട്ടോ. ഇത് കഴിയുമ്പോൾ നിങ്ങളിതിനെ ഓർത്ത് സങ്കടപ്പെടും. ഞാനത് നേരെ ആളോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ കിട്ടേണ്ട വിശ്വാസ പരിശീലനം നിങ്ങൾ മറ്റൊന്നിൻ്റെ പേര് പറഞ്ഞ് നശിപ്പിച്ച് കളയരുത്. സംഘടന, യുവജനങ്ങൾ ഒരുമിച്ച് കൂടാൻ പറയുന്നു, പള്ളി കൂടട്ടെന്നേ, പള്ളി കൂടട്ടെ. വല്ല ക്ലബിലും വല്ല പബ്ബിലും ഒക്കെ പോയി പിള്ളേർ ഒരുമിച്ച് കൂടും നല്ലതല്ലേ? ഇടവക ദേവാലയത്തിൽ അവർ മാമോദിസ മുങ്ങിയ, അവർ കുമ്പസാരിക്കുന്ന, കുർബാന സ്വീകരിക്കുന്ന ദേവാലയത്തിൽ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കൂടട്ടെ. അവിടെ പോയിട്ട് ഏത് കൊച്ച ചീത്തയായി പോകുന്നത്? ഇടവക ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിക്കണം. ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 15-ാം വാക്യം നമ്മുടെ ഇടവക ദേവാലയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം. ഈ ദേവാലയങ്ങളെക്കുറിച്ച്, കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാഗ്ദാനമാണിത്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 7:15. ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനകളുടെ നേർക്ക് എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനകളുടെ നേർക്ക് എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഓരോ ഇടവക ദേവാലയത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഈ പ്രാർത്ഥന ഉണ്ടാകണം. ഇവിടെ നിന്ന് വരുന്ന പ്രാർത്ഥനകളുടെ നേർക്ക് എൻ്റെ കർത്താവിൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. ആ വിചാരത്തോടെ ഇടവക ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കണം, പരിശുദ്ധ കുർബാന അർപ്പിക്കണം. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇന്ന് ആരാധനയ്ക്കായി നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇടവക ദേവാലയങ്ങളെ, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതരെ, അവിടെയുള്ള സംവിധാനങ്ങളെ, പ്രത്യേകിച്ച് സന്യസ്തരെ ഒക്കെ സമർപ്പിച്ച്, നമ്മുടെ എല്ലാ ഇടവകകളിലെ പ്രവർത്തനങ്ങളെ സമർപ്പിച്ച് അഭിവൃദ്ധി, ആത്മീയമായ അഭിവൃദ്ധി ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രവൃത്തി. ഇടവക ദേവാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇനിയുള്ള കാലം എൻ്റെ കഴിവിനൊത്ത് പങ്കെടുക്കും. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. ഈശോയെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 33-ാം നാൾ കർത്താവെ, വലിയ നന്ദിയോടെ തിരുസന്നിധിയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ സമാപന ദിവസങ്ങളിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ, നാളെ തിരുനാൾ ആഘോഷിച്ച് ഈ ശുശ്രൂഷ അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുമ്പോൾ, കർത്താവെ നിനക്ക് നന്ദി. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്ന അനുഭവം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് എൻ്റെ ഈശോയെ നിനക്ക് നന്ദി. കർത്താവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചത് ഞങ്ങളുടെ ഇടവക ദേവാലയത്തെക്കുറിച്ചാണ്. ഈ ശുശ്രൂഷകളൊക്കെ അവസാനിക്കുമ്പോഴും ഞങ്ങൾ ആത്യന്തികമായി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കെട്ടിയിടേണ്ടത് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലെ പരിശുദ്ധ ബലിപീഠത്തോടാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഇടവക ദേവാലയത്തോട് ബന്ധമില്ലാത്ത ആത്മീയത അത് കപടതയാണെന്ന്, അത് കർത്താവ് തമ്പുരാൻ ആഗ്രഹിക്കുന്ന
തിരുസഭയുടെ ശുശ്രൂഷകളോട് ചേർന്ന് പോകുന്ന ആത്മീയ ശൈലിയല്ലെന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് സൂചനയുണ്ട്. അതിൽ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ദൈവം ചെയ്ത 5 കാര്യങ്ങളിൽ 4-ാമത്തത്, അവൻ മുന്തിരിത്തോട്ടത്തിന് മധ്യേ ഒരു കാവൽമാടം പണിതു. കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങളാണ് ആ മുന്തിരിത്തോട്ടം. ഞങ്ങളാണ് മുന്തിരിത്തോട്ടമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങൾക്ക് മധ്യേ പണിതുയർത്തിയ കാവൽമാടം, അതാണ് ഞങ്ങളുടെ ഇടവക ദേവാലയമെന്ന് തിരിച്ചറിയുന്നു. കാവൽമാടത്തിലാണ് യജമാനൻ അവൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത്. കാവൽമാടത്തിലിരുന്നാണ് യജമാനൻ തൻ്റെ മുന്തിരിത്തോട്ടം നോക്കിക്കാണുന്നത്. അതുപോലെ ഞങ്ങൾക്കായി നിന്റെ പരമോന്നത സാന്നിധ്യമായ വിശുദ്ധ കുർബാന, ആ സാന്നിധ്യം അറിയിക്കുന്ന സ്ഥലം ഞങ്ങളുടെ ഇടവക ദേവാലയമാണെന്നറിഞ്ഞ് ഇടവക ദേവാലയത്തോട് ചേർന്ന് ആത്മീയ വളർച്ച സ്വന്തമാക്കുന്ന സമൂഹമായി ഞങ്ങൾ മാറട്ടെ കർത്താവേ. പലവിധ കാരണങ്ങളാൽ ഇടവക ദേവാലയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരെയൊക്കെ ഇടവക ദേവാലയത്തിനുള്ളിലേക്ക് നീ തിരിച്ച് വിളിച്ചു ചേർക്കണമേ. ദൈവജനമേ, നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഒരാളുണ്ടോ ഇടവക ദേവാലയത്തോട് അകലം പാലിക്കുന്നവർ? അവർക്ക് ന്യായമെന്ന് തോന്നുന്ന പലവിധ കാരണങ്ങളുണ്ടായിരിക്കും. മുൻപേറ്റ ഒരു മുറിവ്, ഒരു നൊമ്പരത്തിൻ്റെ അനുഭവം, ചില അനീതികൾ നടന്നതിൻ്റെ അതിനോടുള്ള എതിർപ്പ്, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊന്നും ഇടവക ദേവാലയത്തോട് അകലം പാലിക്കാനുള്ള കാരണമാകുന്നില്ല. എൻ്റെ ഇടവക ദേവാലയം എൻ്റെ അമ്മയാണ്, എൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഇടവക ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി വിശുദ്ധ കുർബാനയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹമാക്കി കർത്താവേ ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനമേ, നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നേരത്ത് പ്രാർത്ഥിച്ച്, ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ഓർത്തിട്ടില്ലായിരിക്കും, നമ്മുടെ ഇടവക ദേവാലയത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഭംഗിയായി പണിതുയർത്തപ്പെട്ടിരിക്കുന്ന സുന്ദരമായ മദ്ബഹായുള്ള പ്രാർത്ഥന ഉയർത്തുന്ന സാഹചര്യങ്ങളുള്ള ആ ഇടവക ദേവാലയത്തെ മനസ്സിൽ കൊണ്ടുവരിക. ഈ ദേവാലയം നമുക്കായി നിർമ്മിച്ചു നൽകിയ തലമുറയെ നന്ദിയോടെ ഓർക്കുക. ഒരു മുൻ തലമുറ അവരുടെ ത്യാഗപൂർണമായ സമർപ്പണം കൊണ്ട് പണിതുയർത്തിയതാണ് ഈ ദേവാലയത്തെ. ഓരോ കാലത്തും ഒരു തലമുറ മുണ്ട് മുറുക്കിയെടുത്ത് തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ വലിയ പങ്ക് സമ്മാനിച്ച് പണിതുയർത്തിയതാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളും. അവരെ നന്ദിയോടെ, ആ തലമുറയെ, ആ കാലത്തെ നന്ദിയോടെ ഓർക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ, ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ, പ്രാർത്ഥനകളെ, പഠനങ്ങളെ, കൂട്ടായ്മകളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അതൊക്കെയും ഞങ്ങൾക്ക് ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമാകട്ടെ എന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ദേവാലയവുമായി ബന്ധപ്പെട്ട് ദേവാലയത്തിന് നിരക്കാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട നേരങ്ങളെയോർത്ത് കർത്താവേ ഹൃദയപൂർവ്വം അനുദപിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴക്കുകൾ ദേവാലയത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബ പോര് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ അഹംഭാവങ്ങൾ ദേവാലയത്തിലെ വിവിധ സംഘടനകളിലേക്ക്, സമിതികളിലേക്കൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തെറ്റായിപ്പോയി ഈശോയെ എന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഇടമാക്കി പലപ്പോഴും ദേവാലയത്തെ മാറ്റിയതിനെ ഓർത്ത് കർത്താവേ ഞങ്ങൾ സങ്കടപ്പെടുന്നു. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇനിയും ഒരിടം വേണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്കൊരിടം വേണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ച് നിന്നെ സ്വീകരിക്കാൻ ഒരിടം വേണം കർത്താവേ. ഈ ദേവാലയം ഞങ്ങളുടെ ഇടവക ദേവാലയം ഒടുവിൽ കണ്ണടയുന്ന കാലത്ത് ഞങ്ങൾ വന്ന്
ആ ദേവാലയത്തിൻ്റെ നടുക്ക് ഞങ്ങളെ വെച്ചല്ലേ ഞങ്ങൾ യാത്രാവന്ദനം പറയുന്നത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഒടുവിൽ വീണ്ടും ആ ദേവാലയത്തിൻ്റെ മടിയിലല്ലേ, ആ സിമിത്തേരിയുടെ മണ്ണിലല്ലേ ഞങ്ങൾ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. കർത്താവേ, ആ ദേവാലയത്തോട് ഹൃദയം കൊണ്ട് ബന്ധമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവക ദേവാലയത്തിൽ ഞായറാഴ്ച അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ എനിക്കുയിലുള്ള കാലത്തോളം, എനിക്കാവതുള്ള കാലത്തോളം, കർത്താവേ, ഈ ദേശത്ത് ഞാനുള്ള കാലത്തോളം എൻ്റെ ഇടവക ദേവാലയത്തിൽ ഞായറാഴ്ച കുർബാന അർപ്പണത്തിൽ എൻ്റെ ഇടവക വികാരിയോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാം ദൈവസന്നിധിയിൽ. അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം, ഞായറാഴ്ച കുർബാന അർപ്പണങ്ങൾ. ആ നിയോഗം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, എൻ്റെ ഇടവക ദേവാലയത്തിൽ എൻ്റെ വികാരി അച്ഛനോടൊപ്പം കുർബാന അർപ്പിക്കാൻ എന്നെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അത്തരമൊരു ദേവാലയത്തോട്, കർത്താവിൻ്റെ ആലയത്തോട് ബന്ധമുള്ള ഒരു സമൂഹമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒപ്പം ദൈവജനമേ, മുമ്പോർത്തതുപോലെ ദേവാലയത്തിൽ നിന്ന് പലവിധ കാരണങ്ങളാൽ അകന്നു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടായിരിക്കും. ജീവിത പങ്കാളി, നമ്മുടെ കൂടപ്പിറപ്പ്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, അവരെയൊക്കെ ഈ നേരത്ത് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അവരെ ഈ ദിവ്യകാരുണ്യ ചുവട്ടിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം, ഇടയൻ്റെ വഴി തേടി പാടും, ഇടറുന്ന ഹൃദയാർദ്രഗാനം. അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം, എലിയാ തിരുമുൻപിൽ നൽകാം, അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനശ്വരം, ഇടയന്റെ വഴി തേടി പാടും, ഇടറുന്ന ഹൃദയാർദ്രഗാനം. അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം, ബലിയായി തിരുമുൻപിൽ നൽകാം, അടിയന്റെ അനുതാപഗാനം. ഇടവക ദേവാലയത്തെ തിരുസന്നിധിയിൽ ഭരമേൽപ്പിച്ച്, ശുശ്രൂഷകരെ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച്, ഇടവക ദേവാലയത്തോട് ബന്ധമുള്ളൊരു സമൂഹമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, ആരാധന 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 യേശുനാഥ, ആരാധന 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 യേശുനാഥ, ആരാധന 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 യേശുനാഥ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ
ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതി എന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതി എന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. ദുഃഖത്തിലാഴ്ന്നവർക്കെന്നും നല്ലൊരു മധ്യസ്ഥ നീ എന്ന് ഘോഷിക്കും.